വയലുകളും കരിമ്പിൻ കൃഷിസ്ഥലങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ വീരൻ എന്ന ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. നേരം വെളുത്തല്ലോ. ശരി, ഞാൻ എൻ്റെ കരിമ്പിൻ തോട്ടത്തിലേക്ക് ചെല്ലട്ടെ. ഹോ, ഇന്ന് ഭയങ്കര ചൂടാണല്ലോ. വീരൻ കൃഷിസ്ഥലത്തെത്തി. എന്റെ ദൈവമേ, ഇന്നും ആ കാട്ടാന എന്റെ കരിമ്പുകൾ മുഴുവൻ നശിപ്പിച്ചല്ലോ. എന്താ ചെയ്യ? അങ്ങനെ സങ്കടത്തിലായ വീരൻ വീട്ടിലേക്ക് മടങ്ങുന്നു. പോകുന്ന വഴിയിൽ തന്റെ സുഹൃത്തായ സാറ എന്ന വരയൻ കുതിരയെ കാണുന്നു. എന്തു പറ്റി ആശാനെ? സങ്കടത്തിലാണല്ലോ. അതെ, എന്തു ചെയ്യാനാ, എന്റെ കരിമ്പിൻ തോട്ടം ആ കാട്ടാന പിന്നെയും നശിപ്പിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ആശാൻ വിഷമിക്കണ്ട, ഞാൻ പോയി ആ ആനയോട് സംസാരിക്കാം. ശരി, എന്നാൽ പോയി സംസാരിച്ചിട്ട് വാ. അങ്ങനെ സാറ കാട്ടാനയെ കാണാൻ പോവുകയും സാറയെ ആന വലിച്ചെറിയുകയും ചെയ്യുന്നു. ശേഷം സാറ വീരനെ കാണാൻ പോകുന്നു. ഓ ആശാനെ, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. എന്നെ കാട്ടാന വലിച്ചെറിഞ്ഞു. അയ്യോ, ആണോ? ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല ആശാനെ, എനിക്കൊന്നും പറ്റിയില്ല. ആശാൻ എന്റെ കൂടെ വാ, നമുക്ക് പാണ്ഡുവിനെ കണ്ട് ആലോചിച്ച് ഒരു പരിഹാരം കണ്ടെത്താം. അങ്ങനെ അവർ പാണ്ഡുവിനെ കാണാൻ പോകുന്നു. ആഹാ, ഇതാരൊക്കെയാ? എന്താ വിശേഷം? എന്തോ സങ്കടത്തിലാണല്ലോ. എന്റെ കരിമ്പിൻ തോട്ടങ്ങളെല്ലാം കാട്ടാന വന്നു ദിവസേന നശിപ്പിക്കുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഇത്രയുള്ള കാര്യം. ഞാൻ പോയി ആ കാട്ടാനയുടെ പിന്നിൽ ഒരു സൂചി കൊണ്ട് ഒരൊറ്റ കുത്തു കൊടുക്കാം. പിന്നെ ആ വഴിക്ക് കാട്ടാന വരില്ല. തുടങ്ങി ഇവന്റെ മണ്ടത്തരങ്ങൾ. കുറച്ച് മിണ്ടാതിരിക്കിടിങ്ക. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. പക്ഷെ കാട്ടാനയായതുകൊണ്ട് ഇത്തിരി ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. തക്ക സമയം കുഞ്ഞിക്കിളി ആ വഴിക്ക് വരുന്നു. നമ്മുടെ കുതന്ത്രശാലി കുഞ്ഞിക്കിളി എത്തിയല്ലോ. എന്താ എല്ലാവരും കൂടി ഒരു ചർച്ച? എന്തു പറ്റി? എന്റെ കരിമ്പിൻ തോട്ടത്തിൽ കാട്ടാന പതിവായി വരികയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. ഓ, അത്രേ ഉള്ളോ? അങ്ങനെ ആ കാട്ടാനെ ചെറുതായി കാണണ്ട. സംസാരിക്കാൻ പോയ എന്നെ ആ കാട്ടാന വലിച്ചെറിഞ്ഞു. ഓഹോ, സാരയെ വലിച്ചെറിഞ്ഞു എങ്കിൽ ആ കാട്ടാനക്ക് ഒരു പണി കൊടുക്കണം. അതെങ്ങനെ? അത് വളരെ എളുപ്പമാണ്. ആനയുടെ ശത്രുവാണല്ലോ കട്ടുറുമ്പ്. നമുക്ക് കുറെ കട്ടുറുമ്പിനെ കരിമ്പിൻ തോട്ടത്തിലിടാം. അത് ആനയുടെ തുമ്പിക്കൈയിൽ കേറും. അതോടെ ആനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. കുഞ്ഞിക്കിളി, നിന്റെ ബുദ്ധി അപാരം തന്നെ. അങ്ങനെ വീരൻ തന്റെ കരിമ്പിൻ തോട്ടത്തിൽ കട്ടുറുമ്പുകളെ ഇടുകയും അതോടെ കാട്ടാന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഹാവു, ദൈവമേ, നീ എന്നെ കാത്തു. എന്റെ കരിമ്പിൻ തോട്ടം എനിക്ക് അങ്ങനെ തിരിച്ചു കിട്ടി.